എവരിവൺ വെൽക്കം ടു വിന്നേഴ്സ് എഡ്യൂസോൺ. ഓഗസ്റ്റ് 24 തൊഴിൽ വാർത്തയിൽ പ്രസിദ്ധീകരിച്ച LGSൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. റോഡ് അപകടങ്ങളെ തുടർന്നുള്ള മരണങ്ങൾ കുറയ്ക്കാനായി ഇന്ത്യയിൽ ആദ്യമായി സഡക് സുരക്ഷാ ഫോഴ്സിന് രൂപം നൽകിയ സംസ്ഥാനമേത്? ബി. പഞ്ചാബ്. പഞ്ചാബാണ് റോഡ് അപകടങ്ങളെ തുടർന്നുള്ള മരണങ്ങൾ കുറയ്ക്കാനായി ഇന്ത്യയിൽ ആദ്യമായി സഡക് സുരക്ഷാ ഫോഴ്സിന് രൂപം നൽകിയ സംസ്ഥാനം. 2023 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യമേത്? ഡെൻമാർക്ക്. 16ാം കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആരെ? ആനി ജോർജ് മാത്യു. ഏത് വിഭാഗത്തിന് വൈദ്യസഹായം ഉറപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് സ്നേഹഹസ്തം? ഗോത്ര വർഗ വിഭാഗങ്ങൾ. ഇയർ ഓഫ് നേവൽ സിവിലിയൻസ് ആയി നാവികസേന പ്രഖ്യാപിച്ച വർഷമേത്? 2024. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമേത്? മഹാരാഷ്ട്ര. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ പട്ടിക ചുവടെ നൽകുന്നു. രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ, മധ്യപ്രദേശ് മോഹൻ യാദവ്, ജാർഖണ്ഡ് ഹേമന്ത് സോറൻ, തെലങ്കാന ചന്ദ്രബാബു നായിഡു. ശരിയായ ജോഡികൾ ഏതെല്ലാം? ഡി. 1, 2, 3 ശരി. 1, 2, 3 ശരി. 2024 ഭാരതരത്ന ജേതാക്കളിൽ ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി പദം വഹിച്ചത് ആരെല്ലാം? 3, 4 ശരി. 3, 4 LK അദ്വാനി, ചരൺ സിംഗ്. പ്രഥമ ജ്ഞാനപീഠ ജേതാവ് G. ശങ്കരക്കുറുപ്പിൻ്റെ സ്മാരകം സ്ഥാപിച്ചത് കേരളത്തിലെ ഏത് നഗരത്തിലാണ്? കൊച്ചി. മലയാളിയായ ജോർജ് കുര്യൻ കേന്ദ്ര മന്ത്രിസഭയിൽ ഏതൊക്കെ വകുപ്പുകളുടെ സഹമന്ത്രിയായാണ് പ്രവർത്തിക്കുന്നത്? ശരിയാണ്. ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരോത്പാദനം, ന്യൂനപക്ഷകാര്യം. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തതേത്? ഡി. ചന്ദ്രോപരിതലത്തിലെ പാറയും മണ്ണും ശേഖരിക്കൽ. കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് തുറന്നത് ഏത് പട്ടണത്തിലാണ്? കോഴിക്കോട്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട നവാഫ് സലാം ഏത് രാജ്യക്കാരനാണ്? ലെബനൻ. ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുപ്തേശ്വർ വനമേഖല ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള 2022-23 സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങളിൽ ഒന്നാമതെത്തിയ മുനിസിപ്പാലിറ്റി ഏത്? ഗുരുവായൂർ. 2024 അന്താരാഷ്ട്ര വാട്ടർ കോൺക്ലേവിന് ആതിഥ്യം വഹിച്ച ഇന്ത്യൻ നഗരമേത്? ഷില്ലോങ്.
കേരളത്തിലെ ഏത് വ്യവസായ പ്രമുഖൻ്റെ ആത്മകഥയാണ് ഇനിയും നടക്കാം? VKC മമ്മദ് കോയ. പ്രോട്ടീൻ സമ്പുഷ്ടമായ പുതിയ അരിയിനമായ മീറ്റി റൈസ് വികസിപ്പിച്ചെടുത്തത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ്? ദക്ഷിണ കൊറിയ. ജപ്പാൻ വിക്ഷേപിച്ച ലിഗ്നോസാറ്റ് ഉപഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്ത്? തടിയിൽ നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 1885 ഡിസംബർ 8 പൂനെയിലാണ് കോൺഗ്രസിൻ്റെ രൂപവൽക്കരണ സമ്മേളനം നടന്നത്. മിതവാദ ദേശീയതയുടെ നേതാക്കളുടെ ഗണത്തിൽ ഉൾപ്പെടാത്തത് ആരെ? ലാലാ ലജ്പത് റായ്. ദേശീയ പ്രസ്ഥാനത്തിലെ 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം ഏത് പേരിൽ അറിയപ്പെടുന്നു? മിതവാദ ദേശീയതയുടെ കാലഘട്ടം. ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചതാരെല്ലാം? ഡി. ബാലഗംഗാധര തിലകൻ, ആനി ബസന്റ്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏത്? രണ്ടാം വട്ടമേശ സമ്മേളനം. ഇന്ത്യയിൽ നടപ്പാക്കിയ ഏറ്റവും ഒടുവിലത്തെ പഞ്ചവത്സര പദ്ധതി ഏത്? 12ാം പദ്ധതി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായി പട്ടേൽ. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഉണ്ടായിരുന്നതും പിന്നീട് ഇല്ലാതായതുമായ പ്രധാന പദവി ഏത്? ഗവർണർ ജനറൽ. സ്വതന്ത്രാനന്തര ഭാരതം സാക്ഷ്യം വഹിച്ച ചില പ്രധാന സംഭവങ്ങൾ, വർഷങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച്. UGC സ്ഥാപിച്ചത് 1956 നവംബർ. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഏപ്രിൽ. പഞ്ചായത്തി രാജ് സംവിധാനത്തിന് തുടക്കമിട്ടത് 1953 ഒക്ടോബർ. ശരിയായ ജോഡികളേവ? സി 1, 2, 3 ശരി. 1, 2, 3. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ചത് ഏത് രാജ്യത്ത് നിന്നുമാണ്? റഷ്യ. ചുവടെ പറയുന്നവയിൽ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അധികാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? രാജ്യസഭയെ പിരിച്ചുവിടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഏതാനും വിവരങ്ങൾ ചുവടെ നൽകുന്നു. മൗലിക അവകാശങ്ങളുടെ എണ്ണം 7, മൗലിക കടമകളുടെ എണ്ണം 11, ആകെ പട്ടികകളുടെ എണ്ണം 12, ആകെ ഭാഗങ്ങളുടെ എണ്ണം 25. ശരിയല്ലാത്ത ജോഡികളേവ? 1 മാത്രം. ഭരണഘടനാപരമായ പദവി അല്ലാത്തത് ഏത്? ഉപപ്രധാനമന്ത്രി. ഭരണഘടനയുടെ ആമുഖം എന്ന ആശയം ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നുമാണ് ഇന്ത്യ മാതൃകയാക്കിയത്? അമേരിക്ക. ചുവടെ പറയുന്നവയിൽ മൗലികാവകാശം ഏത്? ഡി. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഇന്ത്യയുടെ അയൽ രാജ്യം അല്ലാത്തത് ഏത്? തായ്ലൻഡ്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദികളേവ? 2ഉം 4ഉം മാത്രം.
ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിലെ പ്രധാന മഴക്കാലം ഏത്? വടക്കുകിഴക്കൻ മൺസൂൺ. ധ്രുവ സമാനമായ കാലാവസ്ഥയുള്ള ഇന്ത്യയിലെ ഭൂപ്രദേശമേത്? ലഡാക്ക്. വിവിധ സംസ്ഥാനങ്ങളിലെ താപവൈദ്യുത നിലയങ്ങളുടെ പട്ടിക ചുവടെ കൊടുത്തിരിക്കുന്നു. ഇവയിൽ ശരിയല്ലാത്ത ജോഡി ഏത്? നെയ്വേലി താപവൈദ്യുത നിലയം, കർണാടകം. ഇന്ത്യയിലെ 0 ജനസംഖ്യാ വർധന നിരക്കിലെത്തിയ ആദ്യ ജില്ല ഏത്? പത്തനംതിട്ട. നീളം കൂടുതലുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യ 4 സംസ്ഥാനങ്ങളിലുള്ള കേരളത്തിലെ നദികളേവ? പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ. ചുവടെ പറയുന്നവയിൽ ചാലിയാറിൻ്റെ പോഷക നദി ഏത്? ഇരുവഴഞ്ഞിപ്പുഴ. 2011 സെൻസസ് പ്രകാരം ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത്? തിരുവനന്തപുരം. പുതിയാപ്പ ഫിഷിംഗ് ഹാർബർ ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. പശ്ചിമഘട്ടവുമായി അതിരു പങ്കിടാത്ത കേരളത്തിലെ ജില്ല ഏത്? ആലപ്പുഴ. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊട്ടാരക്കര. സ്വയംഭരണ സ്ഥാപനമായ KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കോട്ടയം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സുനാമി മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചതെവിടെ? അഴീക്കൽ. കേരളത്തിലെ വിവിധ സർവകലാശാലകൾ, ആസ്ഥാനങ്ങൾ എന്നിവ നൽകിയതിൽ ശരിയല്ലാത്ത ജോഡി ഏത്? സി. മലയാളം സർവകലാശാല, കാലടി. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് ഏത്? പ്രാചീന മലയാളം. സമപന്തി ഭോജനം സംഘടിപ്പിച്ചതാരെ? വൈകുണ്ഠ സ്വാമികൾ. കണ്ണൂർ ജില്ലയിലെ കണ്ടക്കൈ ഗ്രാമത്തിൽ കണ്ടക്കൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ നടന്ന സമരമേത്? മേച്ചിൽ പുല്ല് സമരം. വാഗൺ കൂട്ടക്കൊല ഏത് കലാപത്തോടനുബന്ധിച്ച് ഉണ്ടായതാണ്? മലബാർ കലാപം. കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരെല്ലാം? മുഹമ്മദ് അബ്ദുർ റഹ്മാൻ, P. കൃഷ്ണപിള്ള. കേരളത്തിൽ 1996 മുതൽ വായനാ ദിനമായി ആചരിച്ചുവരുന്ന ജൂൺ 19 ആരുടെ ചരമദിനമാണ്? P.N. പണിക്കർ. കേരള സാഹിത്യ അക്കാദമിക്ക് രൂപം നൽകിയ വർഷമേത്? 1956. ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചടങ്ങുകളിലൊന്നായിരുന്നു പാണ്ടിയിലേക്ക് എഴുതുക? മാമാങ്കം. മലയാള അക്ഷരങ്ങൾ അച്ചടിക്കപ്പെട്ട ആദ്യ കൃതിയേത്? ഹോർത്തൂസ് മലബാറിക്കസ്.
കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി ഏതാണ്? നളചരിതം, ആട്ടക്കഥ. നേത്രരോഗങ്ങൾ ഏതെല്ലാം? 1, 2, 3. സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ടുപോലെ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമേത്? മെഡുല ഒബ്ലാങ്കേറ്റ. ഏത് അവയവവുമായി ബന്ധപ്പെട്ടതാണ് വെസ്റ്റിബ്യൂൾ? കർണം. ഓർമ്മ പൂർണ്ണമായും നശിക്കുന്ന രോഗാവസ്ഥ ഏത്? അൽസൈമേഴ്സ് രോഗം. ഉപാപചയ നിരക്ക് കൂട്ടി വളർച്ചയെ സഹായിക്കുന്ന ഹോർമോൺ ഏത്? തൈറോക്സിൻ. പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ സൗരോർജത്തെ ഏത് ഊർജമാക്കി മാറ്റുന്നു? രാസോർജം. കാന്തം നിർമ്മിക്കാനുപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? അൽനിക്കോ. ചന്ദ്രൻ്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായി വരാൻ കാരണമെന്ത്? ചന്ദ്രൻ്റെ ഭ്രമണവും പരിക്രമണവും ഒരേ കാലയളവ് ആയതിനാൽ. ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ആൽക്കലിയുടെ സാന്നിധ്യത്തിൽ ഫീനോഫ്തലിൻ ഏത് നിറമാകുന്നു? പിങ്ക്. ജ്യോതിക ഏത് വിളയുടെ സങ്കര ഇനമാണ്? പയർ. ചുവടെ പറയുന്നവയിൽ തെങ്ങിനങ്ങൾ ഏതെല്ലാം? 1, 3, 4. 1, 3, 4. ലക്ഷഗംഗ, ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടാൾ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡ്. പല്ലിൻ്റെ ഇനാമലിൻ്റെ നാശത്തിന് കാരണമാവുന്നത് ഏത് ആസിഡിൻ്റെ പ്രവർത്തനമാണ്? താപനില. ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് എന്നിവയുടെ സംവഹനത്തിൽ പങ്കുവഹിക്കുന്ന രക്തഘടകമേത്? ഹീമോഗ്ലോബിൻ. തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകളെ ഉൾക്കൊള്ളുന്നതും ആവാസ നാശഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകളേവ? ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. ലോകത്തിലെ ഏത് പാരിസ്ഥിതിക സംഘടനയുടെ ചിഹ്നമാണ് ഭീമൻ പാണ്ഡ? വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാല ഭൂപ്രദേശമേത്? ബയോസ്ഫിയർ റിസർവുകൾ. ഏത് അവയവത്തിൻ്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളാണ് വില്ലസുകൾ? ചെറുകുടൽ.